കോൺഗ്രസ് നേതൃയോഗങ്ങൾ കഴിഞ്ഞാൽ അവിടെ നടന്നത് എന്ത് എന്ന കാര്യം വള്ളി പുള്ളി തെറ്റാതെ മാധ്യമങ്ങളിൽ വരും. CPM കാത്തുസൂക്ഷിക്കുന്നത് പോലെയോ CPI കാത്തുസൂക്ഷിക്കുന്നതോ പോലെയോ ഉള്ള രഹസ്യാത്മകതയൊന്നും സാധാരണ നിലയിൽ കോൺഗ്രസിൽ ഉണ്ടാകാറില്ല. എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി പാർട്ടിയെ തന്നെ പ്രതിരോധത്തിലാക്കും വിധം തെറ്റിദ്ധാരണാജനകമായ വാർത്തകളാണ് പുറത്തുവരുന്നത് എന്നാണ് നേതൃത്വം വ്യക്തമാക്കുന്നത്. അതിനാൽ തന്നെ ഇത്തരം വാർത്തകൾക്ക് പിന്നിലെ ഉറവിടം കണ്ടെത്തി അടിവേരറുക്കുമെന്നാണ് നേതൃത്വത്തിന്റെ നിലപാട്. തിരഞ്ഞെടുപ്പുകൾ വരാനിരിക്കെ വിഷയത്തെ ഹൈക്കമാൻഡും ഗൗരവത്തോടെ കാണുന്നു. കെ മുരളീധരനെതിരെ ഷാനിമോൾ ഉസ്മാനും TN പ്രതാപനും രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചു എന്നതായിരുന്നു കഴിഞ്ഞ ദിവസം വയനാട് ക്യാമ്പിൽ നിന്നും പുറത്തുവന്ന വാർത്ത. എന്നാൽ നേതൃത്വം ഒന്നടങ്കം ഇത് നിഷേധിക്കുന്നു. ഏതെങ്കിലും ഒരു നേതാവിനെ വ്യക്തിപരമായി വിമർശിക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശവും ക്യാമ്പിൽ ഉണ്ടായിട്ടില്ല എന്നാണ് KPCC പ്രസിഡന്റ് K സുധാകരൻ പറയുന്നത്. അങ്ങനെയൊരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് പ്രതാപനും വ്യക്തമാക്കുന്നു. എവിടെ നിന്നും ഇങ്ങനെയൊരു വ്യാജ വാർത്ത ഉദ്ഭവിച്ചു എന്ന് പരിശോധിക്കാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം. കുറ്റക്കാരെ കണ്ടെത്തിയാൽ കർശന നടപടിയുണ്ടാകുമെന്നാണ് നേതൃത്വം വ്യക്തമാക്കുന്നത്. സംസ്ഥാന കോൺഗ്രസിൽ പുതുതായി രൂപം കൊള്ളുന്ന ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ ഭാഗമായാണ് ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കപ്പെടുന്നത്. അച്ചടക്ക നടപടി ഉണ്ടായില്ല എങ്കിൽ തിരഞ്ഞെടുപ്പിലടക്കം ഇത് തിരിച്ചടിയാകുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.